ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम्। श्रीराधाकृष्णपादा सहगणललिता श्रीविशाखाम्बिदांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिका कान्द राधाकान्द नमोऽस्तुते। तप्तकाञ्चनगौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं। परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു. ഭഗവാന്റെ മഹാകാരുണ്യം, ഒരുപാട് ജന്മജന്മാന്തരങ്ങളുടെ പരിണാമത്തിന് ശേഷമാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം പഠിക്കാനുള്ളൊരവസരം ലഭിക്കുന്നത്. ശാസ്ത്രങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭഗവാന്റെ ഭക്തരുടെ കൂട്ടായ്മയിൽ വന്നിരിക്കുവാനും സത്സംഗങ്ങളിൽ കൂടുവാനും അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതം പഠിക്കുവാനുള്ള അവസരം കിട്ടുന്നത് ഒരുപാട് കാലങ്ങൾ, ഒരുപാട് നമ്മൾ തപസ്യകളും ഒരുപാട് ജന്മജന്മാന്തരങ്ങളുടെയും പരിണാമം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അതിന് ശേഷം കിട്ടുന്ന മഹാസൗഭാഗ്യമാണ് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന എല്ലാ മഹാഗ്രന്ഥങ്ങളും പഠിക്കുവാനും കേൾക്കുവാനും
വായിക്കുവാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് എന്നും എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ശ്രീല പ്രഭുപാജിയുടെ മഹാകാരുണ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ മനോഹരമായിട്ട് ഓരോ ശ്ലോകവും ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഭാവാർത്ഥത്തിൽ നമുക്ക് ഭാവാർത്ഥമായിട്ട് തന്നിരിക്കുന്നു. ഒരു ശുദ്ധഭക്തൻ, ശൈലപ്രഭുജി ശുദ്ധഭക്തൻ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ തന്നെ ഇരുന്ന് ശ്രീമദ് ഭാഗവതം എഴുതിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട്. ശീലപ്രഭുപാജി എപ്പോഴും പറയാറുണ്ട്, ഞാനല്ല ഇത് എഴുതുന്നത് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹം ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ 11-12 വർഷത്തിൽ അദ്ദേഹം ഈ ലോകത്തിൽ പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ചു. വെറും അവസാനത്തെ 11 വർഷം ഹരേകൃഷ്ണ മഹാമന്ത്രം എല്ലാവരിലേക്കും എത്തിച്ചു, ശ്രീമദ് ഭാഗവതം എത്തിച്ചു, ഭഗവത്ഗീത എത്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇവിടെ ഇന്ന് ഇരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ 8ാമത്തെ അധ്യായമായിരുന്നു കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. ശരിയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 9ാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്യണം. ആണോ? ശരിയാണോ? അതെ പ്രഭു, 9ാമത്തെയാണ്. അതെ. ഓക്കെ, അപ്പോൾ കുന്തി സ്തുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഭീഷ്മസ്തുതിയിലേക്ക് കടന്നിരിക്കുന്നു. വളരെ അതിമനോഹരമായിട്ടുള്ള അധ്യായമാണ്. അതിമനോഹരമായിട്ടുള്ള ഭീഷ്മസ്തുതി നമ്മൾ പഠിക്കും, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ. ആദ്യത്തെ ശ്ലോകം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് അവസാനത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്തായിരുന്നു ചർച്ച? അവസാനത്തെ ചർച്ച കുന്തി സ്തുതിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് തലയിൽ കൈയും വെച്ച് ഇരിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഓ, എന്നെപ്പോലൊരു പാപി വേറെ ഇല്ല ലോകത്ത് തന്നെ. ഞാനാണ് ഏറ്റവും വലിയ മഹാപാപി. ഒന്ന് ആലോചിച്ച് നോക്കണം. ധർമ്മരാജനാണ് അദ്ദേഹം. അദ്ദേഹം നുണ പോലും പറയാത്ത വ്യക്തിയാണ്, ആരെയും വേദനിപ്പിക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, എന്നെപ്പോലെ മോശമായിട്ടുള്ള വേറെ ആളുണ്ടാവില്ല. ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണം ഞാനായി മാറി. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു. ഒരുപാട് സ്ത്രീകൾ അനാഥരായി, കുട്ടികൾ അനാഥരായി. ഞാൻ അതിന് കൂട്ടുനിന്നു, ആ യുദ്ധത്തിന് കൂട്ടുനിന്നു. എല്ലാം എൻ്റെ പ്രശ്നമാണ്, എല്ലാം എൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യാസദേവൻ, അതേപോലെ മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനും നേരിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അത് കയറുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടു, ശിലപ്രഭുജി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഭാവാർത്ഥങ്ങളിൽ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്. അതായത് അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു, വേറൊരു പർപ്പസ് ഉണ്ടായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ഇത് കേൾക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇതൊന്നും കയറാത്തതിന് കാരണം പറയുന്നു ഭീഷ്മ പിതാമഹൻ. അദ്ദേഹം നേരിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ ഉപദേശിക്കണം എന്നുള്ളതായിരുന്നു ഭഗവാന്റെ നിയോഗം. അതനുസരിച്ചേ നടക്കുകയുള്ളൂ. ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഭഗവാൻ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് പോലും നടക്കുന്നില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ നിശ്ചയം. അതുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിൽ ഭീഷ്മ പിതാമഹനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1ാമത്തെ ശ്ലോകം നോക്കാം. സൂതോവാച ഇതി ഭീതാ പ്രജാദ്രോഹാത് സർവധർമാ വിവിത്സയാ തദോ വിനാശനം പ്രാഗാത് യത്ര ദേവാവ്രതോപതത്. സൂതോവാച ഇതി ഭീതാ പ്രജാദ്രോഹാത് സർവധർമാ വിവിസ്തയാ തദോ വിനാശനം പ്രാഗാത് യത്ര ദേവാവ്രതോപതത്.
സുതോവാച ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമാ വിവിത്സയ തതോ വിനാശനം പ്രാഗാത് യത്ര ദേവാവ്രതോപതത്. യെസ്. हरे कृष्ण प्रभुजी प्रणाम. ഹരേ കൃഷ്ണ. പ്രണാമം. सुद उवाच इति भीदा प्रजाद्रोहात् सर्वधर्म विवित्सया ततो विनश्यनं प्रागात् यत्र देवव्रतोपदत्. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭുവാദിക്ക് ജയ്. സൂത ഗോസ്വാമി പറഞ്ഞു, അനേകം പേരുടെ ജീവൻ അപഹരിച്ച കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ശങ്കാന്വിതനായ യുധിഷ്ഠിര മഹാരാജാവ് ചെന്നു. അവിടെ ഭീഷ്മദേവൻ മരണാസന്നനായി ശരശയ്യയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഭാവാർത്ഥം. ഈ 9-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇച്ഛിച്ചതുപോലെ കർമ്മസംബന്ധ കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഭീഷ്മദേവൻ യുധിഷ്ഠിര രാജാവിന് പകർന്നു നൽകി. നശ്വരമായ ഈ ഭൗതിക ലോകത്തു നിന്നും വിട പറയാനുള്ള അന്ത്യവേളയിൽ ഭീഷ്മദേവൻ ഭഗവാന് തന്റെ അന്തിമ പ്രണാമങ്ങൾ അർപ്പിക്കുകയും അപ്രകാരം ഭൗതിക വ്യാപാരങ്ങളുടെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാകുകയും ചെയ്തു. ഭീഷ്മദേവൻ സ്വേച്ഛയാൽ ദേഹവിയോഗത്തിനുള്ള അനുഗ്രഹശക്തി നേടിയിരുന്നു. എങ്കിലും ശരശയ്യയിൽ ശയിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. മഹായോദ്ധാവായ അദ്ദേഹം ഇത്തരത്തിൽ സമകാലികരായ സർവ്വ വിശിഷ്ട ജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കുകയും അവരെല്ലാവരും ആ മഹാത്മാവിനോടുള്ള അവരുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ അവിടെ സന്നിഹിതരാകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. എന്താണോ അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് ശ്രീല സുഖദേവ് ഗോസ്വാമിയിൽ നിന്ന് അദ്ദേഹം കേട്ടത് അത് തന്നെ അദ്ദേഹം അതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവും എല്ലാവരും കൂടി ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരുപാട് ആളുകൾ മരിച്ച് വീണിട്ടുണ്ട്. അപ്പോൾ യുദ്ധകളത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ആരെയാണ് അവിടെ കാണുന്നത്? ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ കാര്യം നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. ഭാവാർത്ഥത്തിൽ ശിലപ്രഭാജി പറയുന്നുമുണ്ട്. അതായത് ഭീഷ്മപിതാമഹന് ഒരു വരമുണ്ടായിരുന്നു, അനുഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു ആ സമയത്ത് ശരീരം വിടാനുള്ള ഒരു അനുഗ്രഹം വരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭഗവാന്റെ കാരുണ്യവും. അപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഞാൻ ഭഗവാൻ കൃഷ്ണനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായിട്ടുള്ള ഭഗവാനെ കണ്ടുകൊണ്ട് ഈ ശരീരം വിടണം എന്നുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സാധിക്കുന്നു. അതുപോലെ തന്നെ നടക്കുന്നു, അല്ലേ? ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് വേറെ ഒന്നും ചിന്തയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുക, ഭഗവാനെ സേവനം ചെയ്യുക, സദാസമയം ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക, ഭഗവാനെ നാമം ജപിക്കുക, മരണസമയത്ത് ഭഗവാനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ ഓർത്തുകൊണ്ട് മരിക്കുക. അപ്പോൾ അവരുടെ എല്ലാ ഫേസിലും, ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും അവർക്ക് ഒരേ ഒരു ചിന്ത ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ശുദ്ധഭക്തരുടെ മനോഭാവം. ശുദ്ധഭക്തരെ എന്ന് പറഞ്ഞാൽ അതാണ് ഡെഫിനിഷൻ. നമുക്ക് 100 കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ചില സമയത്ത് ഭഗവാനെ ഓർക്കുന്നു. പ്രത്യേകിച്ചും ഓർക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ. എല്ലാം ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഓർക്കുന്നില്ല, മറക്കുന്നു. കുറേ കളി തമാശയും പറഞ്ഞ് ചിരിച്ചിരിക്കുകയാണെങ്കിൽ ഭഗവാനെ മറക്കുന്നു. എന്നാൽ എന്തെങ്കിലും തലയ്ക്കൊരു അടി കിട്ടുമ്പോൾ അപ്പോൾ ഓർക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. ശുദ്ധഭക്തർ അങ്ങനെയല്ല. ഏത് സിറ്റുവേഷനിലും ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശുദ്ധഭക്തർ. ഇവിടെ ഭീഷ്മപിതാമഹൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥന, അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ശരീരം വിടാനുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഭഗവാൻ കൃഷ്ണൻ അതിന് ഒരുക്കി കൊടുത്തു. നമ്മൾ കാണാം ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. 2-ാമത്തെ ശ്ലോകം. തദാ തേ ഭ്രാതരാ സർവേ സദാ
सदाश्वैस्वर्णभूषितैः अन्वगच्छन् रथैर्विप्र व्यासधौम्यादयस्तथा तदा ते भ्रातरा सर्वे सदाश्वै स्वर्णभूषितैः अन्वगच्छन् रथैर्विप्र व्यासधौम्यादयस्तथा. Yes. हरे कृष्ण प्रभु. भोगम दंड. ओम नमो प्रणाम. ओम नमो भगवते वासुदेवाय. तदा ते भ्रातरः सर्वे सदश्वै स्वर्णभूषितैः अन्वगच्छन् रथैर्विप्रा വ്യാസദൗമ്യാദയസ്തദാ. വിവർത്തനം എന്റെ ഭാവാർത്ഥം. വിവർത്തനം മാത്രമേ ഉള്ളൂ ഇതില്. വിവർത്തനം ശീലപ്രഭുവാജിക്ക് ജയ്. വിവർത്തനം. അപ്പോൾ സ്വർണാലങ്കൃതമായ ഒന്നാം തരം കുതിരകളെ ബന്ധിച്ച മനോഹരമായ രഥങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. അവരോടൊപ്പം വ്യാസദേവനും ദൗമ്യനെ പാണ്ഡവരുടെ കുലഗുരു ദൗമ്യരെ പോലുള്ള ഋഷിമാരും മറ്റുള്ളവരും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മധുജി. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പോകുന്നു യുദ്ധക്കളത്തിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെയാണ് പോകുന്നത്? അദ്ദേഹത്തിൻ്റെ പിന്തുടരുന്നു. ആരൊക്കെയാണ് ഇവിടെ പറയുന്നു? ആരൊക്കെയാണ്? വ്യാസദേവൻ, ധൗമ്യ ഋഷി, പിന്നെ പാണ്ഡവർ, മറ്റുള്ള പാണ്ഡവ ബ്രദേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഭഗവാൻ കൃഷ്ണനും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. ഇവിടെ വർണ്ണിക്കുന്നു, വളരെ മനോഹരമായിട്ടുള്ള രഥങ്ങളിലാണ് അവർ പോയിരുന്നത്. എല്ലാവിധ ഡെക്കറേഷനും ഉണ്ടായിരുന്നു. ആ രഥത്തിലെ കുതിരകൾ, ഒരുപാട് കുതിരകളെ കാണാൻ ഭംഗിയും അവരെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വർണം ആഭരണങ്ങളൊക്കെ ഉപയോഗിച്ച്. അങ്ങനെ വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എല്ലാവരും അപ്പോൾ ആ സഭയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സീനിലേക്ക്, ഭീഷ്മ പിതാമഹൻ്റെ അവസാനത്തെ ആ യാത്ര, ആ ഒരു സീനിലേക്ക് പറയുവാണെങ്കിൽ എല്ലാവരും, വരിഷ്ഠരായിട്ടുള്ള എല്ലാവരും വരുന്നു. ഭഗവാൻ 3 ശ്ലോകം. ഭഗവാനപി വിപ്രാർഷേ രതേനാസാ ധനഞ്ജയ സാതേർവ്യരചോതാ നൃപ കുവേരാ ഇവ ഗുഹ്യകൈ. ഭഗവാനപി വിപ്രാർഷേ രതേനാസാ ധനഞ്ജയ സാതേർവ്യരോചതാ നൃപ കുവേരാ ഇവ ഗുഹ്യകൈ. ഭഗവാൻ അപി വിപ്രാർഷേ രതേനാസാ ധനഞ്ജയ സതൈർവ്യരോചതാ നൃപ കുവേരാ ഇവ ഗുഹ്യകൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനപി വിപ്രർഷേ രഥേൻസാ ധനഞ്ജയഃ സധൈർവ്യരോചതാ നൃപാ കുബേരാ ഇവ ഗുഹ്യകൈഃ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ വിപ്രർഷിയെ, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടൊപ്പം രഥത്തിൽ അവരെ അനുഗമിച്ചിരുന്നതിനാൽ യുധിഷ്ഠിര രാജാവ് ധനാഢ്യനായ കുബേരനെ പോലെ പ്രശോഭിച്ചു. ഭാവാർത്ഥം. അതീവ അഭിജാതത്തോടെ പാണ്ഡവർ ഭീഷ്മദേവ സമക്ഷം ആഗതരാകണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹിച്ചു. അന്ത്യവേളയിൽ അവരെ അപ്രകാരം ദർശിക്കുന്നതിൽ ഭീഷ്മദേവൻ അതീവ സന്തോഷവാനാകും. സർവ്വദേവന്മാരിൽ വെച്ച് ഏറ്റവും ധനാഢ്യൻ കുബേരനാകുന്നു. ഇവിടെ യുധിഷ്ഠിര രാജാവ് കുബേരനെ പോലെ ഒരു ചക്രവർത്തിയുടെ ഗാംഭീര്യത്തോടെ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ഘോഷയാത്രയായി ആഗതനായി.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ വരിഷ്ഠരായിട്ടുള്ളവരും ഉണ്ട്. ഭഗവാൻ കൃഷ്ണനും അവിടെ പോകുന്നു. അദ്ദേഹം രഥത്തിൽ പോകുന്നു. അർജുനുണ്ട്. അർജുനും കൃഷ്ണനും ഒരുമിച്ചാണ്. പിന്നെ മറ്റുള്ളവരും പാണ്ഡവരിലെ ബാക്കിയുള്ള ബ്രദേഴ്സും എല്ലാവരും ഉണ്ട്. പറയുന്നു ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിനെ കുബേരനെ പോലെ, കുബേരൻ നമുക്കറിയാം ദേവന്മാരുടെ എന്താ പറയുക, ദേവന്മാരിൽ വെച്ച് അദ്ദേഹമാണ് എന്ത് നോക്കുന്നത്, ഫിനാൻസ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻസിൻ്റെ ഇൻചാർജാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ ധനികനാണ്. അപ്പോൾ അതേപോലെ, അതായത് എല്ലാവിധ ഐശ്വര്യങ്ങളോടുകൂടി യുധിഷ്ഠിര മഹാരാജാവ് അതേപോലെ വളരെ അരിസ്ട്രോക്രാറ്റിക് ആയിട്ട്, ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ അരിസ്ട്രോക്രാറ്റിക് ആയിട്ട് അദ്ദേഹം അവിടെ രാജാവാണല്ലോ യുധിഷ്ഠിര മഹാരാജാവ്. ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവാണ്. കാര്യം യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ ആരാണ് ഭരിക്കേണ്ടത് ലോകം മുഴുവനും? യുധിഷ്ഠിര മഹാരാജാവാണ്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ അദ്ദേഹം ആ ഒരു രാജാവിനെ മഹാരാജാവിനെ പോലെ കൂടെ ഒരുപാട് ആളുകളുമായിട്ട് അദ്ദേഹം പോവുകയാണ്. ഇവിടെ കുബേരനായിട്ട് ഉപമിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒപ്പുലൻസ്, ആ അരിസ്ട്രോക്രസി കാണിക്കുന്നതിന് വേണ്ടി ഉപമിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതം ഇവാമരം പ്രണേമോ പാണ്ഡവാ ഭീഷ്മം സാനുഘാസഃ ചക്രിണ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതം ഇവാമരം പ്രണേമോ പാണ്ഡവാ ഭീഷ്മം സാനുഘാസഃ ചക്രിണ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതം ഇവാമരം പ്രണേമോ പാണ്ഡവാ ഭീഷ്മം സാനുഘാസഃ ചക്രിണ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമോ പാണ്ഡവാ ഭീഷ്മം സാനുഘാസഃ ചക്രിണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിണ്ണിൽ നിന്നും പതിച്ച ദേവനെ പോലെ ഭൂമിയിൽ ശയിക്കുന്ന അദ്ദേഹത്തെ ഭീഷ്മൻ ദർശിച്ച പാണ്ഡവ രാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കളും ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന് മുന്നിൽ പ്രണമിച്ചു. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാൻ മാതുലപുത്രൻ എന്ന നിലയിൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഇളയ സഹോദരനാണെന്നു മാത്രമല്ല അർജുനന്റെ ഉറ്റ മിത്രവുമാകുന്നു. എന്നാൽ പാണ്ഡവ കുലത്തിലെ ഏവരും ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. തന്റെ പരമോന്നത പദവിയെക്കുറിച്ച് പൂർണ്ണബോധവാനാണെങ്കിൽ തന്നെയും ഭഗവാൻ സദാ മാനവാചാരം അനുസരിച്ച് പെരുമാറിയിരുന്നു. ആകയാലാണ് യുധിഷ്ഠിര രാജാവിന്റെ ഇളയ ഭ്രാതാക്കളിൽ ഒരുവനെന്ന പോലെ അദ്ദേഹവും മരണാസന്നനായ ഭീഷ്മദേവന്റെ സമക്ഷത്തിൽ വണങ്ങിയത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഇവിടെ ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടക്കുന്നു. എല്ലാവരും അവിടെ വന്നു. യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും വ്യാസദേവനും ധൗമ്യ ഋഷിയും മറ്റുള്ളവരെല്ലാവരും വരിഷ്ഠരായിട്ടുള്ളവരെല്ലാവരും അവിടെ നിൽക്കുന്നു. എല്ലാവരും. അപ്പോൾ ഇവിടെ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഭഗവാൻ കൃഷ്ണനും എല്ലാവരും ഭീഷ്മ പിതാമഹനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കണ്ട് നമസ്കരിക്കുന്നു. നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് പറയുന്നത് ഇവിടെ ശീല പ്രഭുജി ഭാവാർത്ഥത്തിൽ. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിയാം അവർക്ക്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ യോഗമായയുടെ ആ ഒരു പൊട്ടൻസി വരുമ്പോൾ ചില സമയത്ത് അവർക്ക് അവരുടെ സ്വന്തം സഹോദരൻ എന്നുള്ളൊരു ഫീലിങ്സാണ് ഉണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ളത് എപ്പോഴും അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റിമസി തോന്നില്ല, അല്ലേ? ആ ഒരു എപ്പോഴും ഒരു വേറൊരു രീതിയിലായിരിക്കും അവർ കാണുന്നത്, ബഹുമാനത്തോടു കൂടിയും. ഇവിടെ പലപ്പോഴും അർജുനൻ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു കണ്ടിരുന്നത്, അല്ലേ?
ചില സമയങ്ങളിൽ ഭഗവാന്റെ ആ യോഗമായയുടെ കർട്ടൻ മാറ്റും. ആ മാറ്റുന്ന സമയത്ത് അവർ ഭഗവാനാണെന്ന് അവർക്ക് മനസ്സിലാവും. ചില സമയത്ത് ഭഗവാൻ കർട്ടൻ ഇടുന്ന സമയത്ത് അവർക്കറിയില്ല. ഇതുപോലെ തന്നെയായിരുന്നു വൃന്ദാവനത്തിൽ. പിന്നെ ഇത് തന്നെയാണ് ഭഗവാന്റെ പരിപാടി. കർട്ടനേ ഇടുള്ളൂ അവിടെ. അവിടെ എപ്പോഴും മൂടിയിരിക്കും കർട്ടൻ. അവിടെ ആർക്കും ഓർമ്മ പോലും അല്ലെങ്കിൽ ആർക്കും പോലും ഇല്ലാത്ത ഒരു അറിയാത്ത പോലെയാണ് അവിടുത്തെ അവസ്ഥ. എല്ലാവരും വിചാരിക്കുന്നു എൻ്റെ കൃഷ്ണൻ, എൻ്റെ കൃഷ്ണൻ, എൻ്റെ കൃഷ്ണൻ. ഭഗവാൻ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ എന്നവർ ചിന്തിക്കുമ്പോൾ അത് നാരായണനെയാണ്. അല്ലാതെ എൻ്റെ കൃഷ്ണൻ അങ്ങനെയായിരുന്നു. എൻ്റെ കൃഷ്ണൻ നാരായണനല്ല. അതായിരുന്നു അവരുടെ ഭാവം. അതാണ്. ഇപ്പം ഇവിടെ യുധിഷ്ഠിര മഹാരാജാവും ഭഗവാൻ കൃഷ്ണനും എല്ലാവരും അവിടെ വന്നു. അങ്ങനെ ഭഗവാനടക്കം യുധിഷ്ഠിര മഹാരാജും എല്ലാവരും കൂടി ഭീഷ്മ പിതാമഹൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. ഭഗവാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്കറിയാം. ശരിക്കും പറയുകയാണെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. ഭീഷ്മ പിതാമഹനാണെങ്കിൽ ഭഗവാന്റെ ഭക്തനാണ്. ഭക്തരാണ് സാധാരണ ഭഗവാൻ മുമ്പിൽ കുനിയുന്നത്. ഇവിടെ ഭഗവാൻ കുനിയുന്നു, ഭഗവാൻ നമസ്കരിക്കുന്നു. നമ്മളെ പഠിപ്പിച്ചു തരുവാണ് ഭഗവാൻ. വലിയൊരു സിദ്ധാന്തം പഠിപ്പിച്ചു തരുവാണ്. എങ്ങനെയാണ് നമ്മൾ മുതിർന്നവരോട് പെരുമാറേണ്ടത്. അപ്പോൾ ഈ ഒരു ലീലയിൽ ഭീഷ്മ പിതാമഹൻ ഒരു മുത്തശ്ശൻ്റെ സ്ഥാനത്താണ് ഇവർക്ക് എല്ലാവർക്കും. ആ ഒരു ബഹുമാനം കൊടുക്കുന്നു. അതുമാത്രമല്ല, ഭീഷ്മ പിതാമഹനോട് മാത്രമല്ല, യുധിഷ്ഠിര മഹാരാജാവിനെ ഒരുപാട് അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. എപ്പോഴും യുധിഷ്ഠിര മഹാരാജാവിനെ കാണുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ കാല് തൊട്ട് തലയിൽ വയ്ക്കും, അല്ലെങ്കിൽ നമസ്കരിക്കും. ഒരു വലിയ ഏട്ടൻ്റെ സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത്. യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് കൃഷ്ണനെ കണ്ടിരുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു റിലേഷൻസ് അവർ തമ്മിലുള്ളത്. അതുകൊണ്ട് ഒരു അധ്യായത്തിൽ നാരദമുനി പറയുന്നുണ്ട് യുധിഷ്ഠിര മഹാരാജാവിനോട്, നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തവർ വേറെ ആരും ഉണ്ടാവില്ല എന്ന്. കൃഷ്ണൻ ഒരുമിച്ച് നിങ്ങളുടെ കൂടെ കളിക്കുന്നു, ഒരുമിച്ച് ഇരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ചിലപ്പോൾ ഒരുമിച്ച് കിടക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് നിങ്ങളെപ്പോലെ മഹാസൗഭാഗ്യം ചെയ്തിട്ടുള്ള വേറെ ആരുമില്ല. അത് സത്യമാണ്. ഇവിടെ നമുക്ക് കാണാം ഭഗവാൻ എല്ലാവർക്കും ഒരു ഉദാഹരണമാകുന്നു. യത് യത് ആചരതി ശ്രേഷ്ഠസ്തത് ഏവേതരോ ജന. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? എങ്ങനെയാണോ എന്താണോ വരിഷ്ഠരായിട്ടുള്ളവർ ചെയ്യുന്നത്, അത് കാണുന്നവർ, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർ, അവർ ചെയ്യുന്നത് അനുകരിക്കും. അപ്പോൾ പ്രത്യേകിച്ചും നേതാവ്, ലീഡർ എന്ന് പറയുന്ന സ്ഥാനത്തൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഹൈ ക്ലാസ് ക്യാരക്ടറായിരിക്കണം അവരുടെ. അല്ലെങ്കിൽ അവർ വളരെ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ നിഷ്ഠയോട് കൂടിയിട്ട് പാലിക്കുന്നവരായിരിക്കണം. കാര്യം അവർ മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമാണ്, മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആവണം ലീഡേഴ്സ് എല്ലാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ ആ ശ്ലോകം, എനിക്കിതൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നിയമങ്ങളും ഭഗവാനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല, എന്നാലും ഭഗവാൻ എല്ലാ നിയമങ്ങളും പാലിച്ചിരുന്നു. ഈവൻ ദ്വാരകയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ദ്വാരകയിലെ നല്ലൊരു ഗൃഹസ്ഥ ഭർത്താവ് എങ്ങനെയാണോ അതേപോലെയായിരുന്നു എല്ലാ രാജ്ഞിമാരോടും. ഒരേ സമയത്ത് 16,108 കൊട്ടാരങ്ങളുണ്ടായിരുന്നു. ഒരേ സമയത്ത് അദ്ദേഹം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, എന്താണോ സാധാരണ ഒരു ഗൃഹസ്ഥാശ്രമത്തിലെ ഒരു ഭർത്താവ് ചെയ്യേണ്ടത്, ആ ഉത്തരവാദിത്തങ്ങൾ, ആ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൃഷ്ണൻ ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരുവാണ് ഭഗവാൻ. അദ്ദേഹം ചെയ്തുകൊണ്ട് നമുക്ക് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതാണ് ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന സമയത്തും അദ്ദേഹം തന്നെ ശിഖായെ ശരണാഗതി, സ്വന്തം ജീവിതത്തിലൂടെ ശരണാഗതി എന്താണെന്ന് മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തന്നു. കൃഷ്ണനും അതുപോലെ തന്നെയാണ്. ഇവിടെ അദ്ദേഹം പഠിപ്പിച്ചു തരുവാണ് നമുക്ക്. ഇതെല്ലാം ലെസൺസാണ്. അപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം
അല്ലെങ്കിൽ മറ്റുള്ള ശാസ്ത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനാണെങ്കിലും ഭഗവാന്റെ ഭക്തരാണെങ്കിലും ശുദ്ധഭക്തരും അവരുടെ രീതികൾ, അവരുടെ ആൾക്കാരുമായിട്ടുള്ള അവരുടെ ഡീലിങ്സ്, അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിത രീതി, ശൈലി, ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾസാണ് ശരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും അവരെ പോലെ ആവാം. അതാണ് ഇതിൻ്റെ കാര്യം. അല്ലെങ്കിൽ ഇവിടെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ലെവലിലേക്ക്, ശുദ്ധഭക്തരെ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ സഹായിക്കുകയാണ് ശാസ്ത്രങ്ങളിലൂടെ. കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിഭി സഹ കലോ നഷ്ടദൃശാം ഏഷ പുരാണ അർക്കോ അധുനോദിത. കലികാലത്തിലെ നമ്മളെപ്പോലുള്ള അന്ധരായിട്ടുള്ളവർക്ക് ഭഗവാൻ തന്നെ വീണ്ടും അവതാരമെടുത്ത് വന്നിരിക്കുന്നു ഭാഗവത രൂപത്തിൽ. അപ്പോൾ ഭഗവാൻ ഭാഗവതമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി ഇവിടെ കലിയുഗത്തിൽ. അതേപോലെ ഹരിനാമമായിട്ടും വന്നിട്ടുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി. എങ്ങനെയെങ്കിലും നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മളെ ക്വാളിഫൈഡ് ആക്കി നമുക്ക് അങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യോഗ്യത, നമ്മളെ ആ യോഗ്യതയെല്ലാം നമുക്ക് തരുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം സഹായിക്കുകയാണ് നമ്മളെ. അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കുക, ജീവിതത്തിൽ ആചരിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. 5-ാമത്തെ ശ്ലോകം. തത്ര ബ്രഹ്മാശ്രയാ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭാരതപുംഗവൻ. തത്ര ബ്രഹ്മാർഷയാ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. ഭരത. ഓക്കെ, യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി ദേവായ. തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയച്ഛ സത്തമ രാജർഷയച്ഛ തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കീ. ഭരണവംശത്തിന്റെ അധിപനായ ഭീഷ്മരെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി മാത്രം ഈ പ്രപഞ്ചത്തിലെ എല്ലാ മഹാത്മാക്കളും ദേവർഷികളും രാജർഷികളും വിപ്രർഷികളും രാജാക്കന്മാരും അങ്ങനെ സത്വഗുണത്തിൽ അധിഷ്ഠിതരായ സർവരും അവിടെ ഒത്തുചേർന്നു. ഭാവാർത്ഥം. ആത്മീയ സംപ്രാപ്തിയിലൂടെ പരിപൂർണതയിലെത്തിച്ചേർന്നവരാകുന്നു ഋഷിമാർ. അത്തരം ആത്മീയ സംപ്രാപ്തി രാജാവിനും ഭിക്ഷാന്തേഹിക്കും അങ്ങനെ ഏവർക്കും പ്രാപ്തമാക്കാവുന്നതാകുന്നു. ഭീഷ്മദേവൻ സ്വയം ബ്രഹ്മർഷികളിൽ ഒരാളും ഭരതരാജാവിന്റെ അനന്തരഗാമികളിൽ വരിഷ്ഠനുമാകുന്നു. എല്ലാ ഋഷിമാരും സത്വഗുണത്തിൽ അധിഷ്ഠിതരാകുന്നു. അവരെല്ലാവരും മഹായോദ്ധാവിന്റെ മരണാസന്ന വൃത്താന്തമറിഞ്ഞ് അവിടെ സമ്മേളിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ഭീഷ്മ പിതാമഹനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം ആ ഭരത വംശത്തിൽ വരുന്നതാണ്. ഇവൻ നമ്മൾ കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. കാര്യം ഇവരെല്ലാവരും ഇവരെല്ലാവരും റിലേറ്റീവ്സാണ് അല്ലേ. ഈവൻ നമ്മൾ ഭഗവത്ഗീതയിലും കാണുന്നുണ്ട്, ഇടയ്ക്ക് ഭാരത എന്നും ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരേ ഫാമിലി ലീനേജിലുള്ളവരാണ്. ഇവിടെ കാണാം, ഭീഷ്മപിതാമഹൻ ശരീരം വിടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നു, ഈ ശ്ലോകത്തിൽ പറയുന്നു, ഒരുപാട് ദേവന്മാർ അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആത്മാക്കളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ ഭക്തരും എല്ലാവരും അവിടെ വരുന്നു. ഋഷിവര്യന്മാരും ബ്രാഹ്മണന്മാരും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരും എല്ലാവരും അവിടെ വരുന്നു. എല്ലാവരും വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭീഷ്മ പിതാമഹനെ യാത്ര അയക്കാൻ വേണ്ടി വരുന്നതാണ്. ഇനി ആരൊക്കെയാണ് ഇവിടെ എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു, നോക്കാം. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശവോ ഭരദ്വജ ശശിഷ്യോ രേണുകാസുത വശിഷ്ഠ ഇന്ദ്ര
വശിഷ്ഠ ഇന്ദ്രപ്രമദസ് ത്രീതോ ഗൃസ്സാമദോസി ത്രീതോ ഗൃസ്താമദോസിത കക്ഷിവനാൻ ഗൗതമോ ത്രിശ്ച കൗശികോതാ സുദർശന. യെസ്. ഹരേ കൃഷ്ണ. പർവ്വതോ നാരദോ ദൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്ര പ്രമദ സ്ത്രിദോഗ്രൽസമദോസിത കക്ഷിവാൻ ഗൗതമോ ത്രിശ്ച കൗശികോദാ സുദർശന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. പർവ്വതമുനി, നാരദൻ, ദൗമ്യൻ, ഭഗവത് അവതാരമായ വ്യാസൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ, പരശുരാമനും ശിഷ്യരും, വസിഷ്ഠൻ, ഇന്ദ്രപ്രമദൻ, ത്രിതൻ, ഗൃത്സമദൻ, അസിതൻ, കക്ഷിവാൻ, ഗൗതമൻ, അത്രി, കൗശികൻ, സുദർശനൻ എന്നിവരെ പോലുള്ള സർവമുനിമാരും സന്നിഹിതരായിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. പർവ്വതമുനി മുതിർന്ന മുനിവര്യന്മാരായ, ഇത് കുറെ ഉണ്ട് പ്രഭു, വായിക്കണോ അത് മുഴുവൻ? അത് ഹരേ കൃഷ്ണ. 2-3 പേരായിട്ട് വായിക്കാം അല്ലേ പ്രഭു? അതെ അതെ, സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുക. യെസ് മാതാജി, കുറച്ച് വായിച്ചോളൂ. ആദ്യത്തെ പാരഗ്രാഫ് കുറച്ച് വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പർവ്വതമുനി മുതിർന്ന മുനിവര്യന്മാരിൽ ഒരാളായി കരുതപ്പെടുന്നു. അദ്ദേഹം നാരദമുനിയുടെ സന്തത സഹചാരിയായിരുന്നു. യാതൊരു ഭൗതിക വാഹനങ്ങളുടെയും സഹായമില്ലാതെ ആകാശത്ത് സഞ്ചരിക്കാൻ കഴിവുള്ള ഗഗന സഞ്ചാരികളുണ്ട്. നാരദനെ പോലെ പർവ്വതമുനിയും ദേവർഷിയാകുന്നു, അഥവാ ദേവന്മാർക്കുള്ള മധ്യേയുള്ള ശ്രേഷ്ഠ ഋഷിയാകുന്നു. മഹാരാജാവ് പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയ മഹാരാജാവിന്റെ യജ്ഞകർമ്മങ്ങളിൽ അദ്ദേഹവും നാരദമുനിയോടൊപ്പം സന്നിഹിതനായിരുന്നു. ഈ യജ്ഞത്തിൽ ഭുവനത്തിലെ മുഴുവൻ സർപ്പങ്ങളും കൊല്ലപ്പെടുകയുണ്ടായി. ഭഗവത് മാഹാത്മ്യങ്ങൾ ആലപിച്ചുകൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിവുള്ളവരാകയാൽ പർവ്വതമുനിയും നാരദനും ഗന്ധർവരെന്നും വിളിക്കപ്പെടുന്നു. ആകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നവരാകയാൽ അവർ ദ്രൗപദിയുടെ സ്വയംവരം ആകാശത്തു നിന്നും വീക്ഷിച്ചു. നാരദമുനിയെ പോലെ പർവ്വതമുനിയും സ്വർഗാധിപതിയായ ഇന്ദ്രന്റെ സദസ്സ് സന്ദർശിക്കുക പതിവായിരുന്നു. പ്രമുഖ ദേവന്മാരിൽ ഒരാളായ കുബേരന്റെ ആദ്യ സദസ്സും ഒരു ഗന്ധർവൻ എന്ന നിലയിൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ സന്ദർശിച്ചിരുന്നു. മഹാരാജാവ് സൃഞ്ജയന്റെ പുത്രിയെ സംബന്ധിച്ച് നാരദനും പർവ്വതമുനിയും വിഷമസന്ധിയിലായി. പർവ്വതമുനിയുടെ അനുഗ്രഹത്താൽ മഹാരാജാവ് സൃഞ്ജയന് പുത്ര സൗഭാഗ്യം പ്രാപ്തമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ താങ്ക് യു. നമുക്ക് ഓരോ പാരഗ്രാഫ് ഹരേ ഡിസ്കസ് ചെയ്ത് പോവാം. ഹരേ ശരി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതെ, ഭക്തിശാസ്ത്രിയുടെ ക്ലാസ്സിലൂടെ ഞാൻ ഇതാവട്ടാ. ശരി ശരി, ഓക്കെ, നോ പ്രോബ്ലം, ഭക്തിശാസ്ത്രിയുടെ ക്ലാസ്സിൽ. നോ പ്രോബ്ലം. ഹരേ ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരുണ്ട്. പർവ്വതമുനി, നാരദമുനി, ധൗമ്യ ഋഷി, വ്യാസദേവൻ, നമ്മുടെ വ്യാസദേവൻ, ഭാഗവതം എഴുതിയിട്ടുള്ള വ്യാസദേവൻ, അതേപോലെ ബൃഹദശ്വ, ഭരദ്വജ, പരശുരാമൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യർ, വശിഷ്ഠമുനി, ഇന്ദ്രപ്രമദ, ത്രിത, ഗൃതസമദ, അസീത, കക്ഷിവാൻ, ഗൗതമ, അത്രി, കൗശിക, സുദർശന. ഒരുപാട് ഋഷിവര്യന്മാർ. ഇവരുടെ പേര് തന്നെ നമ്മൾ വായിക്കുന്നത് തന്നെ ഒരുപാട് എന്താ പറയുക, ഇവരെല്ലാവരും ഭഗവാന്റെ ഭക്തരാണ്. ഭഗവാന്റെ ഭക്തരുടെ പേര് വായിക്കുന്നത് ഒരുപാട് വലിയ കാര്യമാണ് ശരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിപ്പോൾ നമ്മൾ ഈ ഭാവാർത്ഥം കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത് വായിക്കണോ മുഴുവൻ എന്ന് നമുക്കൊരു ഫീലിംഗ് വരും. പക്ഷെ വായിക്കണം. ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഭക്തരെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒന്നും വിടാൻ പാടില്ല. ഈവൻ ദുര്യോധനെ കുറിച്ചുള്ള കാര്യമാണ് ഭാവാർത്ഥത്തിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ശ്ലോകത്തിലുള്ളതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഹിരണ്യകശിപുവിനെ കുറിച്ച് പറയുന്ന ശ്ലോകം എന്താ നമ്മൾ വായിക്കാതിരിക്കുമോ? ഇല്ല. കാര്യം ഹിരണ്യകശിപു ആ ലീലയിൽ ഹിരണ്യകശിപു അങ്ങനെ അത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു അസുരനായതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ പ്രഹ്ലാദാണെങ്കിൽ ഓപ്പോസിറ്റാണ്, ശുദ്ധഭക്തനും. അപ്പം രണ്ട് കോൺട്രാസ്റ്റ് വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ലീലയ്ക്കൊരു ഉഷാറ് വരുന്നത് അല്ലേ. രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. അതുകൊണ്ട് അത് ആ ലീല വളരെ ഭംഗിയാവുന്നു. അതേപോലെ ദുര്യോധനൻ
ദുര്യോധനനും മറ്റുള്ളവരും ഒരു ഭാഗത്ത്, പാണ്ഡവർ ഒരു ഭാഗത്ത്. അവരുടെ മനോഭാവവും അവരുടെ ക്യാരക്ടറും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് പാർട്ടീസ് വരുമ്പോൾ ആ ഒരു യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണെങ്കിലും ഒരുപാട് ത്രില്ലിംഗ് ആണ്. ത്രില്ലിംഗ് മാത്രമല്ല, നമുക്ക് പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാവണം, എങ്ങനെയാവരുത്, അതൊക്കെയാണ് ഈ ശാസ്ത്രങ്ങളുടെ പ്രത്യേകത. ഇതാണ്. അപ്പോൾ അതാണ് പറയുന്നത്. ഈവൻ നമ്മൾ ഇനി ഭാഗവതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള സ്കന്ധങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാം. എന്തുണ്ട് അവിടെ പറയുന്നു. നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ മന്വന്തരത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഓരോ മനു മഹാരാജാമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പരമ്പരയിൽ വരുന്ന ആളുകളുടെ പേരും കുറേ പേരുകളുണ്ട്. കുറേ പേരുകൾ നമ്മൾ വായിക്കും. ഒന്നും നമ്മുടെ തലയിൽ രജിസ്റ്റർ ആവില്ല. പക്ഷേ എന്നിരുന്നാലും അത് വായിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. കാര്യം ഭാഗവതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ട് ഒന്നും നമ്മൾ വിടാനില്ല. ഇനി എപ്പോൾ അവിടെ എത്തും നമ്മൾ എന്നുള്ളത് അറിയില്ല. പ്രഥമസ്കന്ധം പകുതി പോലും ആയിട്ടില്ല. ഒരുപാട് അധ്യായങ്ങൾ ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ക്ലാസ് തുടങ്ങിയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. അപ്പോൾ നമ്മൾ എത്ര വരെ പോകും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ക്ലാസ്സിൽ ഉള്ളവരും ക്ലാസ് എടുക്കുന്നവരും നമ്മുടെ കാര്യമാണെങ്കിലും ഒന്നും പറയാൻ സാധിക്കില്ല. എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, പോകുന്നിടത്തോളം പോട്ടെ. ഭഗവാന്റെ കാരുണ്യം. ഇവിടെ പർവ്വതമുനിയെക്കുറിച്ചാണ് ആദ്യത്തെ പാരഗ്രാഫിൽ ഇപ്പം മാതാജി വായിച്ചത്. പർവ്വതമുനി നാരദമുനിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. അവർ രണ്ടുപേരും ഒരേപോലത്തെ വ്യക്തികളാണ്, ദേവഋഷികളാണ്. അവർക്ക് രണ്ടുപേർക്കും ഇതുപോലെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അനുഗ്രഹമുണ്ട്. പർവ്വതമുനി നാരദമുനിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും പോകും. അവർ ഇടയ്ക്ക് ഇന്ദ്രൻ്റെ സഭയിലേക്ക് പോകും, ഇടയ്ക്ക് കുബേരൻ്റെ സഭയിലേക്ക് പോകും. ചില സമയത്ത് അവർക്ക് ഇവൻ വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കും, എല്ലായിടത്തും പോകാൻ സാധിക്കും. ഇവിടെ പറയുന്നു പരിഷത്ത് മഹാരാജാവിൻ്റെ മകൻ ജനമേജയ എല്ലാ സർപ്പങ്ങളെയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം ചെയ്തിരുന്നു. കാര്യം അച്ഛൻ മരിച്ചത് സർപ്പം തക്ഷകൻ കാരണമാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യുന്ന യജ്ഞമാണ്. അപ്പോൾ ആ സമയത്തും അവിടെ അദ്ദേഹത്തിൻ്റെ ആ യജ്ഞത്തിൻ്റെ സമയത്ത് നാരദമുനി പർവ്വതമുനി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്ത് പിന്നെ അത് ചെയ്യാതിരിക്കുന്നു ആ യജ്ഞം. പിന്നെ പർവ്വതമുനി നാരദമുനി ഇതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഈവൻ ചിത്രകേതു മഹാരാജൻ്റെ ആ ഒരു സമയത്തും, പിന്നെ ഈവൻ ചൈതന്യ ചരിതാമൃതത്തിൽ മൃഗാരിയുടെ അടുത്ത് പോകുന്ന സമയത്ത് നാരദമുനിയോട് ഒരിക്കൽ പർവ്വതമുനി പറയുന്നുണ്ട്. അവിടെ നാരദമുനി ഇദ്ദേഹത്തിന് ഉപദേശിച്ചു. നമ്മുടെ മൃഗാരി ഈ മൃഗങ്ങളെ പകുതിയായിട്ട് കൊന്ന് ഇടുന്നു, എന്നിട്ട് അത് കണ്ട് സന്തോഷിക്കുന്നു. അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ. നാരദമുനിയുടെ സംഘം കിട്ടിയപ്പോൾ അദ്ദേഹം ഭക്തനായി മാറി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പർവ്വതമുനി അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നമ്മുടെ മൃഗാരി നടക്കുമ്പോൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്, ചാടി നടക്കുവാണ്. അപ്പോൾ പർവ്വതമുനി ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഈ ചാടി നടക്കുന്നത്, മര്യാദയ്ക്ക് നിങ്ങൾക്ക് നടന്നൂടെ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, താഴെ കൂടെ ഉറുമ്പ് പോകുന്നുണ്ട്, താഴെ കൂടെ മറ്റുള്ള കീടങ്ങളും അതൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതിനെ ചവിട്ടാതിരിക്കാൻ വേണ്ടി ചാടുന്നതാണെന്ന്. അപ്പോൾ അദ്ദേഹം മൃഗങ്ങളെ പകുതി കൊന്ന് അത് ആസ്വദിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ നാരദമുനിയുടെ സംഘം കിട്ടിയപ്പോൾ അദ്ദേഹം ശുദ്ധഭക്തനായി മാറുന്നു. അതേപോലെ ഒരു മൃഗത്തെ പോലും കൊല്ലാൻ വേണ്ടിയിട്ടുള്ളത് പോയിട്ട് കാലുകൊണ്ട് ചവിട്ടുവാൻ വരെ അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. അത്രമാത്രം അദ്ദേഹം മാറി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും പർവ്വതമുനി വരുന്നുണ്ട്. പർവ്വതമുനിയാണ് പറയുന്നത്, നിങ്ങളുടെ ശിഷ്യൻ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറി എന്നുള്ളത്. ഉറുമ്പിനെ പോലും ചവിട്ടാതിരിക്കാൻ ചാടി നടക്കുവാണെന്നുള്ളത്. അപ്പോൾ അവിടെ പർവ്വതമുനിയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത പാരഗ്രാഫിൽ നാരദമുനിയെക്കുറിച്ചാണ് പറയുന്നത്. ആരാ വായിക്കുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു? വായിച്ചോളൂ.
പുരാണ ആഖ്യാനങ്ങളുമായി ഒഴിച്ചുകൂടാനാവാത്ത വിധം നാരദൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാഗവതത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പരാമർശിച്ചിരിക്കുന്നു. പൂർവജന്മത്തിൽ അദ്ദേഹം ഒരു ദാസീപുത്രനായിരുന്നു. എന്നാൽ ശുദ്ധഭക്തരുടെ സംസർഗം മുഖേന അദ്ദേഹം ഭക്തിയുത സേവനത്തിൽ പ്രബുദ്ധനായി എന്നു മാത്രമല്ല, അടുത്ത ജന്മത്തിൽ അദ്ദേഹം മറ്റാരോടും തുലനം ചെയ്യാനാവാത്ത തലത്തിൽ പരിപൂർണ വ്യക്തിയുമായി തീർന്നു. മഹാഭാരതത്തിൽ അദ്ദേഹത്തിന്റെ നാമം നിരവധി ഇടങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രമുഖ ദേവർഷി അഥവാ ദേവന്മാരിൽ പുങ്കവനും ബ്രഹ്മദേവന്റെ സുതനും ശിഷ്യനുമാകുന്നു. ബ്രഹ്മപരമ്പരയിലെ ശിഷ്യശ്രേണി അദ്ദേഹത്തിൽ നിന്നാണ് വിസ്തൃതമായത്. പ്രഹ്ലാദ മഹാരാജാവ്, ധ്രുവ മഹാരാജാവ് തുടങ്ങിയ അനേകം വിസ്തൃത ഭഗവത് ഭക്തർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. വേദസാഹിത്യങ്ങളുടെ രചയിതാവായ വ്യാസദേവനും നാരദമുനിയുടെ ശിഷ്യനാണ്. വ്യാസദേവൻ മധ്വാചാര്യർക്ക് ദീക്ഷ നൽകുകയും അപ്രകാരം മധ്വ സമ്പ്രദായം ലോകം മുഴുവൻ പ്രചരിക്കുകയും ചെയ്തു. മധ്വ സമ്പ്രദായത്തിൽ ഗൗഡീയ സമ്പ്രദായവും ഉൾപ്പെട്ടിരിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ മധ്വ സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നു. ആകയാൽ ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ തുടങ്ങിയ മധ്വൻ, ചൈതന്യൻ, ഗോസ്വാമിമാർ വരെയുള്ള എല്ലാവരും ഒരു ശിഷ്യശ്രേണിയിൽ ഉൾപ്പെടുന്നു. സ്മരണാതീത കാലം മുതൽ ശ്രീ നാരദൻ നിരവധി രാജാക്കന്മാർക്ക് പ്രബോധനം നൽകുന്നു. ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദ മഹാരാജനും ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവായ വസുദേവർക്കും മഹാരാജാവ് യുധിഷ്ഠിരനും ശ്രീ നാരദൻ ശിക്ഷണം നൽകിയതായി ശ്രീമദ് ഭാഗവതത്തിൽ ദർശിക്കാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ നാരദമുനിയെ കുറിച്ച് പറയുന്നു. നാരദമുനിയെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്കവാറും എല്ലാ ക്ലാസ്സിലും നാരദമുനിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ശുദ്ധഭക്തനാണ്. നാരദമുനി ഭജായ വീണ രാധിക രമണ നാമേ. നമ്മുടെ നാരദമുനി നാരായണ നാരായണ എന്നല്ല വീണയിൽ വായിക്കുന്നത്. നമ്മുടെ നാരദമുനി രാധേശ്യാം 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 രാധാകൃഷ്ണൻ്റെ പേരുകളാണ്, നാമമാണ് ജപിക്കുന്നത് അല്ലെങ്കിൽ കീർത്തനം പാടുന്നത്. രാധിക രമണ നാമേ, അതാണ് നമ്മുടെ നാരദമുനി. നാരദമുനി ശുദ്ധഭക്തനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, ബ്രഹ്മാവിൻ്റെ പുത്രൻ നമുക്കറിയാം. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ജന്മത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചു. അതിനെക്കുറിച്ച് നമ്മളിനി പറയുന്നില്ല. ദാസീപുത്രനായിട്ട് അദ്ദേഹം ഉണ്ടായ ആ ഒരു കഥയും അതേപോലെ തന്നെ ഒരു ഗന്ധർവനായിരുന്നു അതിനു മുമ്പ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ എല്ലാം ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇദ്ദേഹം നാരദമുനിക്ക് ഒരുപാട് ശിഷ്യരുണ്ടായിരുന്നു. പ്രഹ്ലാദ്, ധ്രുവ മഹാരാജാവ്, പിന്നെ വ്യാസദേവൻ. എന്തിനു പറയണം, വ്യാസദേവൻ വരെ നാരദമുനിയുടെ ശിഷ്യനാണ്. ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ കാണാം. പിന്നെ വ്യാസദേവനാണ് മാധവാചാര്യയ്ക്ക്, ശ്രീപദ് മാധവാചാര്യയ്ക്ക് ദീക്ഷ കൊടുക്കുന്നത്. മാധവ സമ്പ്രദായം അങ്ങനെ വരുന്നു. ആ മാധവ സമ്പ്രദായത്തിലാണ് ഗൗഡീയ സമ്പ്രദായം, നമ്മുടെ സമ്പ്രദായം വരുന്നതും. അപ്പോൾ ഈ ഒരു പരമ്പരയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാരദമുനിയുടെ സ്ഥാനം നോക്കണം. നാരദമുനി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പരം ഗുരുവാണ്. നമ്മുടെ പരമ്പരയിൽ, നാരദമുനിയുടെ പരമ്പരയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അതാണ് ശുദ്ധഭക്തനാണ് നാരദമുനി. ഓക്കെ, പിന്നെ അങ്ങോട്ട് ധൗമ്യ ഋഷിയെക്കുറിച്ച് പറയുന്നു. ഓക്കെ, അടുത്ത് ആരാണ് വായിക്കുന്നത്? പെട്ടെന്ന് വായിച്ചോളൂ. യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, വായിക്കൂ. ഞാൻ വായിക്കട്ടെ. ധൗമ്യൻ ഉത്കോചക തീർത്ഥത്തിൽ കഠിന തപശ്ചര്യകൾ അനുഷ്ഠിച്ച ശ്രേഷ്ഠനും പാണ്ഡവ രാജാക്കന്മാരുടെ രാജഗുരുവുമായ മുനി. അദ്ദേഹം പാണ്ഡവരുടെ നിരവധി മതാചാര സംസ്കാര കർമ്മങ്ങളിൽ പുരോഹിതനായ ആചാര്യനായി വർത്തിച്ചു. ദ്രൗപദിയുടെ നിശ്ചയതാമ്പൂല വേളയിൽ പാണ്ഡവരിൽ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു. പാണ്ഡവർ രാജ്യഭ്രഷ്ടരാക്കപ്പെട്ടപ്പോഴും അദ്ദേഹം സന്നിഹിതനായിരുന്നു എന്ന് മാത്രമല്ല, അവർ സംഭ്രാന്തരായ സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം അവരെ പതിവായി ഉപദേശിച്ചിരുന്നു. എപ്രകാരം ഒരു വർഷം
അജ്ഞാതവാസത്തിൽ ഏർപ്പെടണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ കർശനമായി പാലിക്കുകയും ചെയ്തു. കുരുക്ഷേത്ര യുദ്ധാനന്തരം നിർവഹിക്കപ്പെട്ട പൊതു സംസ്കാര കർമ്മത്തിൽ അദ്ദേഹത്തിന്റെ നാമവും പരാമർശിക്കപ്പെട്ടിരുന്നു. മഹാഭാരതത്തിലെ അനുശാസന പർവത്തിൽ 127.15-16 അദ്ദേഹം മഹാരാജാവ് യുധിഷ്ഠിരന് മതാചാരത്തെ സംബന്ധിച്ച് സവിസ്തരമായ നിർദ്ദേശങ്ങൾ നൽകി. യഥാർത്ഥത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമി ധർമ്മത്തിന്റെ യഥോചിതനായ ആചാര്യനാണ്. ആകയാൽ പാണ്ഡവരെ നേരായ ധർമ്മപന്ഥാവിലൂടെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ആശ്രമധർമ്മം അഥവാ ഒരു പ്രത്യേക വർണ്ണത്തിന്റെ കർമ്മസംബന്ധ കർത്തവ്യങ്ങളെ ശരിയായ പാതയിൽ പുരോഗമനപരമായി നയിക്കുക എന്നതാണ് പൗരോഹിത്യന്റെ ഉദ്ദേശ്യം. പ്രായോഗിക തലത്തിൽ കുലപുരോഹിതനും ആത്മീയ ഗുരുവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. സന്യാസിമാരും മുനിമാരും ദിവ്യന്മാരും ബ്രാഹ്മണരും അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഉദ്ദേശിച്ചുള്ളവരാകുന്നു. ഓക്കെ, താങ്ക് യു. ധൗമ്യ ഋഷിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ധൗമ്യ ഋഷി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ മഹാഭാരതത്തിൽ കാണാം. പല സ്ഥലങ്ങളിലും പാണ്ഡവർക്ക് വേണ്ടി പല ഉപദേശങ്ങളും അദ്ദേഹം സമയങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അവർ കാട്ടിലേക്ക് പോകുന്നതും ആ സമയത്ത് എങ്ങനെയായിരിക്കണം, ആരും കാണാതെ, അതായത് അജ്ഞാതവാസം ചെയ്യുന്ന സമയത്തുള്ള ആ ഉപദേശങ്ങളൊക്കെ, ആ സമയത്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ധൗമ്യ ഋഷി കൊടുത്തിട്ടുണ്ട്. ധൗമ്യ ഋഷി വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ്, ഒരു ഋഷിയാണ്. ഓക്കെ, കൂടുതൽ നമ്മൾ പറയുന്നില്ല. അടുത്ത വ്യാസദേവനെ കുറിച്ചാണ് അടുത്ത പാരഗ്രാഫ്. ആര് വായിക്കുന്നു? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ വായിക്കും. ബാദരായണൻ, വ്യാസദേവൻ, കൃഷ്ണൻ, കൃഷ്ണദ്വൈപായനൻ, സത്യവതീസുതൻ, പരാശര്യൻ, പരാശരാത്മജൻ, ബാദരായണൻ, വ്യാസദേവൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. മഹായോദ്ധാവായ പിതാമഹൻ ഭീഷ്മദേവന്റെ പിതാവായ മഹാരാജാവ് ശന്തനുമായുള്ള സത്യവതിയുടെ നിശ്ചയതാംബൂലത്തിനു മുമ്പേ മഹാമുനി പരാശരന് സത്യവതിയിലുണ്ടായ പുത്രനാണ് അദ്ദേഹം. നാരായണന്റെ പ്രബലനായ അവതാരമാകുന്ന അദ്ദേഹം ലോകം മുഴുവൻ വേദവിജ്ഞാനം പ്രചരിപ്പിച്ചു. അതിനാലാണ് വേദപാരായണത്തിനു മുമ്പേ, വിശേഷിച്ചും പുരാണ കഥനത്തിനു മുമ്പേ വ്യാസദേവനെ ഉപചാരമർപ്പിക്കുന്നത്. ശുകദേവ ഗോസ്വാമി അദ്ദേഹത്തിന്റെ പുത്രനാണ്. വൈശാംബയനെ പോലുള്ള ഋഷിമാർ വേദങ്ങളുടെ വിവിധ ശാഖാ പഠനത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാകുന്നു. അദ്ദേഹം മഹാഭാരതം എന്ന മഹത്തായ ഐതിഹാസിക മഹാകാവ്യത്തിന്റെയും ഉത്കൃഷ്ട അതീന്ദ്രിയ സാഹിത്യമായ ഭാഗവതത്തിന്റെയും രചയിതാവാകുന്നു. ബ്രഹ്മസൂത്രങ്ങൾ, വേദാന്ത സൂത്രങ്ങൾ അഥവാ ബാദരായണ സൂത്രങ്ങൾ അദ്ദേഹത്താൽ രചിക്കപ്പെട്ടവയാകുന്നു. കഠിന തപശ്ചര്യയിലൂടെ മുനിമാരുടെ മധ്യേയുള്ള അത്യന്തം ആദരിക്കപ്പെടുന്ന രചയിതാവായി തീർന്നു അദ്ദേഹം. കലിയുഗത്തിൽ സർവമാനജനങ്ങളുടെയും നന്മയ്ക്കായി അത്ഭുതകരവും വിപുലവും ശ്രേഷ്ഠവുമായ ഐതിഹാസിക മഹാകാവ്യമായ മഹാഭാരതം രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിനെ താൻ ഉച്ചരിക്കുന്നത് രചിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള ശക്തനായ ഒരു രചയിതാവിന്റെ ആവശ്യകത അനുഭവപ്പെട്ടു. ഇടതടവില്ലാതെ നിർവിഘ്നം ഉച്ചരിക്കുകയാണെങ്കിൽ രചനാകർമ്മം നിർവഹിക്കുമെന്ന വ്യവസ്ഥയിൽ ശ്രീ ഗണപതി ബ്രഹ്മദേവന്റെ ആജ്ഞയനുസരിച്ച് ആ കർത്തവ്യം ഏറ്റെടുത്തു. അപ്രകാരം ഗണേശദേവന്റെയും വ്യാസദേവന്റെയും കൂട്ടായ പ്രയത്നഫലമായി മഹാഭാരതം രചിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പാരഗ്രാഫും കൂടെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നീട് മഹാരാജാവ് ശന്തനുവിനെ വിവാഹം ചെയ്ത തന്റെ മാതാവിന്റെ ആജ്ഞപ്രകാരവും മഹാരാജാവ് ശന്തനുവിന്റെ ആദ്യ പത്നിയായ ഗംഗയിലുണ്ടായ മൂത്തപുത്രനായ ഭീഷ്മദേവന്റെ അപേക്ഷ പ്രകാരവും വ്യാസദേവൻ ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ ജന്മം നൽകി. കുരുക്ഷേത്ര യുദ്ധശേഷവും മഹാഭാരതത്തിലെ എല്ലാ
മഹാനായകനായ വ്യാസദേവന് രചിക്കപ്പെട്ടതാകുന്നു മഹാഭാരതം എന്ന ഐതിഹാസിക മഹാകാവ്യ. മഹാരാജാവെ പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയ മഹാരാജാവിന്റെ രാജസദസ്സിലാണ് ഇത് ആദ്യമായി വിവരിക്കപ്പെട്ടത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യാസദേവനെ കുറിച്ചാണ് പറയുന്നത്. വ്യാസദേവന് ഒരുപാട് പേരുകളുണ്ട്. കൃഷ്ണ ദ്വൈപായന, ദ്വൈപായന, സത്യവതി സുത, പരാശരായ, പിന്നെ അങ്ങനെ ഒരുപാട് പേര്. ബാദരായണ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് സുഗതേ ഗോസ്വാമിയെ ബാദരായണി എന്ന് വിളിക്കും. ബാദരായണ എന്ന് പറയുന്നത് വ്യാസദേവൻ്റെ പേരാണ്. വേദവ്യാസൻ. അപ്പോൾ ഇദ്ദേഹം പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനാണ് വ്യാസദേവൻ. ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ കഥകളെല്ലാം. നമ്മളവിടേക്ക് എനിവേ അത് ചർച്ചയിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ശില സുഗതേ ഗോസ്വാമി. അപ്പോൾ വ്യാസദേവൻ ആരാണെന്ന് ഇവിടെ ശിലപ്രഭുജി പറയുന്നു. ശക്തി ആവേശ അവതാരമാണ്. ഭഗവാൻ നാരായണൻ്റെ ശക്തി ആവേശ അവതാരമാണ്. അപ്പോൾ വ്യാസദേവൻ ആ ശക്തി ആവേശ അവതാരം ആയതുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത്. മഹാഭാരതവും ശ്രീമദ് ഭാഗവതവും മറ്റുള്ള ഉപനിഷത്തുകളും എല്ലാം ആരാണ് അത് കമ്പൈൽ ചെയ്യുന്നത്? വ്യാസദേവനാണ്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ പറയുന്നു. മഹാഭാരതം എഴുതുന്ന സമയത്ത് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വേണമായിരുന്നു എഴുതാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരാളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരാൾ എഴുതണം. അപ്പോൾ വ്യാസദേവൻ ഡിക്റ്റേറ്റ് ചെയ്യും, എഴുതാൻ ഒരാൾ വേണം. ആ സ്പീഡിൽ, വ്യാസദേവൻ പറയുന്ന സ്പീഡിൽ തെറ്റുകൂടാതെ എഴുതാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആൾ വേണമായിരുന്നു. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഗണപതിയാണ് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഗണപതിയാണ് വ്യാസദേവൻ ഡിക്റ്റേറ്റ് ചെയ്തപ്പോൾ മഹാഭാരതം എഴുതിയത്. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടീഷൻ? വ്യാസദേവൻ പറഞ്ഞിരുന്നു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം, നിർത്താതെ എഴുതണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞത്, മനസ്സിലാവാതെ എഴുതരുത് എന്നും പറഞ്ഞു. മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യത്തെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ എന്ന്. അങ്ങനെയാണ് ഗണേഷ് ജി ഇത് എഴുതുന്നത് മഹാഭാരതം. മഹാഭാരതത്തിനകത്ത് വരുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ, ഭഗവാൻ പറയുന്നു അഹം സർവസ്യ പ്രഭവ മതഃ സർവം പ്രവർത്തതെ ഇതി മത്വാ ഭജന്തേ മാം ഭൂതഭാവ സമന്വിത മച്ചിത്ത മദ്ഗത പ്രാണബോധയന്ത പരസ്പരം കഥയന്തശ്ചമം നിത്യ തുഷ്യന്തി ചാരമന്തിച്ച. അവിടെയെല്ലാം കുറേ സ്ഥലങ്ങളിൽ പിന്നെ പറയുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ ഭഗവാനാണ് എന്നുള്ളത്. മത്ത പരതരം ജ്ഞാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോത്ത സൂത്രേ മണിഗണ ഇവ. അവിടെയെല്ലാം ഭഗവാൻ പറയുന്നു ഞാനാണ് ഭഗവാൻ, ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഗണേഷ് ജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബോധ്യമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാതെ അത് എഴുതരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് എഴുതി, മഹാഭാരതം എഴുതി, ഭഗവത്ഗീത എഴുതി, അദ്ദേഹം അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി, അത് സമ്മതമുള്ളത് കൊണ്ട് അത്, അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യാസദേവൻ പറയുന്ന ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രീ ഗണേഷ് ജി അല്ലെങ്കിൽ ഗണപതിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണനാണോ അതോ അദ്ദേഹത്തിൻ്റെ അച്ഛനാണോ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിവഭഗവാനാണോ പരമദിവ്യോത്തമ പുരുഷൻ, അതോ ഭഗവാൻ കൃഷ്ണനാണോ എന്നുള്ള കൺഫ്യൂഷൻ ഗണപതിക്ക് ഉണ്ടായിരുന്നില്ല. കൺഫ്യൂഷൻ നമുക്കാണുള്ളത്. ഗണപതിക്കുമില്ല, ഗണപതിയുടെ അച്ഛൻ മഹാദേവനുമില്ല. പക്ഷേ പലവരും നമ്മൾ വിചാരിക്കുന്നു അദ്ദേഹമാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ചെവി പത്തും. ഓഹോ
ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തനാണ്, വിഷ്ണുവിൻ്റെ ഭക്തനാണ്, നാരായണൻ്റെ ഭക്തനാണ്, എന്നെ ഭഗവാൻ എന്ന് വിളിക്കരുത് എന്ന് പറയും. അപ്പോൾ ഗണേഷ് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് എഴുതിയത്. ഇതാണ് കണ്ടീഷൻ ആയിരുന്നത് വ്യാസദേവൻ, അല്ലെങ്കിൽ ഗണേഷ് ജി അത് എഴുതില്ലായിരുന്നു. സോ അതാണ്. അപ്പോൾ വളരെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം, അവിടെ എവിടെയും ഒരു കൺഫ്യൂഷൻ ഇല്ല, വളരെ വ്യക്തമാണ്. ശാസ്ത്രങ്ങളിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഏതേ ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വായിക്കൂ. 3-4 പേരുകൾ, 4-5 പേരുകൾ കൂടെയുണ്ട് ഇവിടെ. പെട്ടെന്ന് വായിച്ചു പോകും. ഹരേ കൃഷ്ണ. യാ, വായിക്കൂ, ഓരോരുത്തരായിട്ട് വായിക്കൂ. ബൃഹദർശൻ. പലപ്പോഴും മഹാരാജാവ് യുധിഷ്ഠിരനെ സന്ദർശിക്കുന്ന പൂജ്യമുനി മഹാരാജാവ് യുധിഷ്ഠിരനെ അദ്ദേഹം ആദ്യമായി കാമ്യവനത്തിൽ വെച്ച് കണ്ടുമുട്ടി. മഹാരാജാവ് നളന്റെ കഥാവർണ്ണനം നടത്തിയത് ഈ മുനിയാണ്. ഇക്ഷ്വാകു രാജവംശത്തിന്റെ പുത്രനായ മറ്റൊരു ബൃഹദർശനുമുണ്ട്. മഹാഭാരതം വനപർവം 209 4-5. ഹരേ കൃഷ്ണ. ബൃഹദ്ശവ വേറൊരു വരിഷ്ഠനായിട്ടുള്ള ഋഷിയാണ്. അദ്ദേഹം ഇതേപോലെ പാണ്ഡവർ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് ഭരദ്വാജ. ഹരേ കൃഷ്ണ. വായിക്കൂ. ഭരദ്വാജൻ അർജുനന്റെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത സപ്തർഷികളിൽ ഒരാൾ. മഹാശക്തനായ പ്രബലനായ ഈ ഋഷി ചിലപ്പോഴൊക്കെ ഗംഗാ നദിയുടെ തീരത്ത് കഠിന തപചര്യകൾ അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമം ഇപ്പോഴും പ്രയാഗധാമത്തിൽ പ്രസിദ്ധമാണ്. ഈ ഋഷി ഗംഗാസ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഋതജി എന്ന വശ്യമനോഹരിയായ അപ്സരസിനെ കാണാൻ ഇടയാകുകയും അപ്രകാരം ഈ വികാരവംശവദനായ ഋഷിക്ക് ശുക്ലപ്രസാവം ഉണ്ടാവുകയും ആ ശുക്ലം മൺകലത്തിൽ സംരക്ഷിക്കപ്പെടുകയും അതിലൂടെ ദ്രോണർ ജനിക്കുകയും ചെയ്തു. അതിനാൽ ദ്രോണർ ഭരദ്വാജ മുനിയുടെ പുത്രനാകുന്നു. ദ്രോണ പിതാവായ ഭരദ്വാജ മുനി മഹർഷി ഭരദ്വാജനിൽ നിന്നും വ്യത്യസ്തനാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം ബ്രഹ്മദേവന്റെ മഹാഭക്തനാകുന്നു. ഒരിക്കൽ അദ്ദേഹം ദ്രോണാചാര്യരെ സമീപിച്ച് കുരുക്ഷേത്ര യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സോ ഇവിടെ ദ്രോണാചാര്യരുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നു. അദ്ദേഹം എങ്ങനെയാണ് ദ്രോണാചാര്യരുടെ ഒരു ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ വേറെ അഭിപ്രായമുള്ളവരും ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന ഭരദ്വാജ മഹർഷി ഭരദ്വാജനും വ്യത്യാസമുണ്ട് എന്ന് പറയുന്നുമുണ്ട്. വേറെ കമൻട്രീസിൽ അങ്ങനെ ഉണ്ടാവും. എനിവേ, നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. എന്തായാലും വരിഷ്ഠനായിട്ടുള്ള ഒരു ഋഷിയാണ് ഭരദ്വാജയല്ല ഭരദ്വാജ. അദ്ദേഹം ഉണ്ടായിരുന്നു ഭീഷ്മ പിതാമഹനെ യാത്ര അയക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്തത് പരശുരാമനെ കുറിച്ച് 1-2 പാരഗ്രാഫിൽ പറയുന്നു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. പരശുരാമൻ അഥവാ രേണുകാസുതൻ ശ്രീ ജമദഗ്നി മഹർഷിയുടെയും ശ്രീമതി രേണുകയുടെയും പുത്രനാണ് അദ്ദേഹം. ആകയാൽ അദ്ദേഹം രേണുകാസുതൻ എന്നും അറിയപ്പെടുന്നു. ഭഗവാന്റെ ശക്ത്യാവേശ അവതാരങ്ങളിൽ ഒന്നാണ് അദ്ദേഹം. ക്ഷത്രിയ സമുദായത്തെ മുഴുവൻ അദ്ദേഹം 21 പ്രാവശ്യം വധം ചെയ്യുകയുണ്ടായി. ക്ഷത്രിയ രക്തത്താൽ അദ്ദേഹം തന്റെ പൂർവ്വ പിതാമഹന്മാരുടെ ആത്മാക്കളെ പ്രീതിപ്പെടുത്തി. പിന്നീട് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിൽ കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ക്ഷത്രിയരിൽ നിന്നും ഭൂമി മുഴുവൻ കൈവശപ്പെടുത്തിയ അദ്ദേഹം ദാനമായി അത് മുഴുവൻ കശ്യപ മുനിക്ക് നൽകി. ദ്രോണാചാര്യർ ബ്രാഹ്മണനാകയാൽ പരശുരാമൻ ധനുർവേദം അഥവാ ആയോധന ശാസ്ത്രം അദ്ദേഹത്തെ അഭ്യസിപ്പിച്ചു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ കിരീടധാരണ വേളയിൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു. മാത്രമല്ല മറ്റ് ഋഷിശ്രേഷ്ഠരോടുമൊത്ത് ആ ചടങ്ങ് അദ്ദേഹം ആഘോഷിക്കുകയും ചെയ്തു. വ്യത്യസ്ത യുഗങ്ങളിൽ ശ്രീരാമനെയും കൃഷ്ണനെയും ദർശിച്ച അദ്ദേഹം അത്രയ്ക്കും വൃദ്ധനായിരുന്നു. അദ്ദേഹം രാമനോട് യുദ്ധം ചെയ്യുകയും അതേസമയം കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കുകയും ചെയ്തു. കൃഷ്ണനോടൊപ്പം അർജുനനെ ദർശിച്ചപ്പോൾ അദ്ദേഹം അർജുനനെയും പുകഴ്ത്തുകയുണ്ടായി. ഭീഷ്മരെ പതിയായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച അംബയെ ഭീഷ്മർ വിവാഹം ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ അംബ പരശുരാമനെ ചെന്നു കാണുകയും
അംബയുടെ അപേക്ഷ ഒന്നുകൊണ്ട് മാത്രം പരശുരാമൻ ഭീഷ്മദേവനോട് അവളെ പത്നിയായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഭീഷ്മരുടെ ആത്മീയാചാര്യന്മാരിൽ ഒരാളായിരുന്നിട്ടും പരശുരാമന്റെ ആജ്ഞയെ ഭീഷ്മർ അനുസരിച്ചില്ല. പരശുരാമന്റെ താക്കീതിനെ അവഗണിച്ചപ്പോൾ പരശുരാമൻ അദ്ദേഹവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇരുവരും അത്യുഗ്രമായി യുദ്ധം ചെയ്തുവെങ്കിലും അവസാനം ഭീഷ്മരിൽ സംപ്രീതനായ പരശുരാമൻ ലോകത്തിലെ ഏറ്റവും മഹാനായ യോദ്ധാവായി തീരുമെന്ന് അദ്ദേഹത്തെ ആശീർവദിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. ഇവിടെ പരശുരാമനെ കുറിച്ച് പറയുന്നു. പരശുരാമനും ഭഗവാന്റെ ശക്തി ആവേശാവതാരമാണ്. ഓക്കെ, അപ്പോൾ ശക്തി ആവേശാവതാരം വ്യാസദേവനും ശക്തി ആവേശാവതാരമാണ്, പരശുരാമനും ശക്തി ആവേശാവതാരമാണ്. അപ്പോൾ ആരെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും. ഓക്കെ, ഇപ്പോൾ പരശുരാമനെ കുറിച്ചറിയാം. ജമദഗ്നിയും രേണുകയുടെയും മകൻ. അദ്ദേഹം 21 പ്രാവശ്യം ആ കാലത്തുണ്ടായിരുന്ന വളരെ മോശമായിട്ടുള്ള രാജാക്കന്മാരെ, ക്ഷത്രിയരെ ഉന്മൂലനാശം ചെയ്തിരുന്നു അദ്ദേഹം. എന്നിട്ട് രാജ്യമെല്ലാം കശ്യപ മുനിയെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ ധനുർവേദയിൽ ഒരുപാട് പ്രഗത്ഭനാണ്. അദ്ദേഹം ഭീഷ്മ പിതാമഹൻ്റെ ഗുരുവായിരുന്നു അദ്ദേഹം. ഭീഷ്മ പിതാമഹന് ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടുള്ളത് പരശുരാമനാണ്, ശസ്ത്രവിദ്യകളിലൊക്കെ. അപ്പോൾ അത്രയും വരിഷ്ഠനായിട്ടുള്ള ഒരു ഭഗവാന്റെ ശക്തിയാവേശാവതാരമാണ് പരശുരാമൻ. ആ പരശുരാമനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഭീഷ്മ പിതാമഹനെ യാത്ര അയക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വശിഷ്ഠമുനി. ഹരേ കൃഷ്ണ. വസിഷ്ഠൻ ബ്രാഹ്മണരിലെ വിശ്രുത മുനിശ്രേഷ്ഠൻ, ബ്രഹ്മർഷി വസിഷ്ഠൻ എന്നും അറിയപ്പെടുന്നു. രാമായണ മഹാഭാരത കാലഘട്ടത്തിലെ സമാദരണീയനായ സുവിഖ്യാത വ്യക്തി. ദിവ്യോത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേക ആഘോഷത്തെ അദ്ദേഹം പ്രശംസിച്ചു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും അദ്ദേഹം സന്നിഹിതനായിരുന്നു. ഉച്ചവും നീചവുമായ എല്ലാവിധ ഗ്രഹങ്ങളിലും എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല, ഹിരണ്യകശിപുവിന്റെ പുരാവൃത്തവുമായി അദ്ദേഹത്തിന്റെ നാമം ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ആഗ്രഹിക്കുന്നത് എന്തും പ്രദാനം ചെയ്യുന്ന ഗോപായ കാമധേനുവിനെ ലഭിക്കാൻ ആഗ്രഹിച്ച വിശ്വാമിത്രനും അദ്ദേഹത്തിനും ഇടയിൽ കൊടിയ വിദ്വേഷം ഉടലെടുത്തു. വസിഷ്ഠമുനി കാമധേനുവിനെ വിശ്വാമിത്രന് നൽകാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ വിശ്വാമിത്രൻ വസിഷ്ഠന്റെ 100 പുത്രന്മാരെ വധിച്ചു. ഒരു ഉത്തമ ബ്രാഹ്മണനാകയാൽ അദ്ദേഹം വിശ്വാമിത്രന്റെ എല്ലാവിധ ഉപാലംബത്തെയും സഹിച്ചു. വിശ്വാമിത്രന്റെ ഭാഗത്തു നിന്നുള്ള ചിത്രവധം താങ്ങാനാവാതെ ഒരിക്കൽ വസിഷ്ഠമുനി ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സകല ശ്രമങ്ങളും പരാജയപ്പെട്ടു. പർവ്വതമുകളിൽ നിന്നും താഴേക്ക് ചാടിയെങ്കിലും ചെന്നു വീണ പാറക്കൂട്ടങ്ങൾ പഞ്ഞിക്കൂനയായി തീർന്നതിനാൽ അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സാഗരത്തിൽ ചാടിയ അദ്ദേഹത്തെ തിരകൾ തീരത്തെത്തിച്ചു. നദിയിലേക്ക് എടുത്തു ചാടിയ അദ്ദേഹത്തെ നദി തീരത്തെത്തിച്ചു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സകല ആത്മഹത്യാശ്രമങ്ങളും വിഫലമായി. അദ്ദേഹം വിഖ്യാത നക്ഷത്രമായ അരുന്ധതിയുടെ പതിദേവനും സപ്തർഷികളിൽ ഒരാളുമായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വശിഷ്ഠ ഋഷിയെ കുറിച്ചാണ് പറയുന്നത്. വശിഷ്ഠമുനി രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ സാധാരണ വ്യക്തികളല്ല അവരൊന്നും. അപ്പോൾ വശിഷ്ഠമുനി അതേപോലെ വിശ്വാമിത്ര മുനിയും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് ഇവിടെ പറയുന്നു. കാമധേനു പശുവിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ പറയുന്നു. അതിനുശേഷം വശിഷ്ഠമുനിയാണെങ്കിൽ ഒരു ബ്രാഹ്മണൻ്റെ എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം സഹിക്കാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അദ്ദേഹത്തിന് പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഇവിടെ പറയുന്നു. പക്ഷേ അത് ആത്മഹത്യ ചെയ്യാനും സാധിച്ചില്ല. കാര്യം ഭഗവാൻ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു. ഭഗവാന്റെ ശുദ്ധ ഭക്തനാണ്. രാമായണത്തിൽ തന്നെ കാണാം എത്രമാത്രം ബഹുമാനമാണ് അവരെല്ലാവരും, അയോധ്യയിൽ എല്ലാവരും കൊടുത്തുകൊണ്ടിരുന്നത്. രാജ്യത്ത് എപ്പോഴും ദശരഥ മഹാരാജാവിൻ്റെ കൂടെ തന്നെ വശിഷ്ഠമുനി ഉണ്ടായിരുന്നു. രാജ്യത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത വായിക്കൂ. 1, 2, 3 കൂടെ ഒരുമിച്ച് വായിക്കൂ. ഹരേ കൃഷ്ണ. യെസ്. ഇന്ദ്രപ്രമദൻ മറ്റൊരു സുവിഖ്യാത ഋഷി. ത്രിതൻ പ്രജാപതി ഗൗതമന്റെ 3 പുത്രന്മാരിൽ ഒരുവൻ. ഇദ്ദേഹം 3ാമത്തെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ മറ്റു 2 ഭ്രാതാക്കൾ ഏകത് എന്നും ദിതൻ എന്നും അറിയപ്പെടുന്നു. എല്ലാ ഭ്രാതാക്കളും ശ്രേഷ്ഠ സന്യാസിമാരും ധർമ്മതത്വങ്ങൾ കർശനമായി അനുഷ്ഠിക്കുന്നവരുമാകുന്നു. കഠിന തപശ്ചര്യയിലൂടെ അവർ ബ്രഹ്മലോകത്തേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. അനേകം യജ്ഞങ്ങളെ പ്രവർത്തനക്ഷമമാക്കിയ ഒരു മുനിശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം.
ശ്രേഷ്ഠ സന്യാസിമാരിൽ ഒരാളാകയാൽ അദ്ദേഹവും ഭീഷ്മദേവനോടുള്ള തന്റെ ആദരവ് പ്രകടിപ്പിക്കാനായി ഭീഷ്മദേവന്റെ മരണശയ്യയ്ക്ക് സമീപം എത്തിച്ചേർന്നു. വരുണലോകത്തെ സപ്തർഷികളിൽ ഒരാളാണ് അദ്ദേഹം. ലോകത്തിന്റെ പശ്ചിമഭാഗത്തു നിന്നാണ് അദ്ദേഹം ആഗതനായത്. ആകയാൽ അദ്ദേഹം മിക്കവാറും പശ്ചാത്യ ദേശത്തുള്ളവനായിരിക്കണം. ആ കാലഘട്ടത്ത് സമ്പൂർണ്ണ ഭുവനവും ഒരേ വേദ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിരുന്നു. വൃത്സമതൻ സ്വർഗരാജ്യത്തെ ഋഷിമാരിൽ ഒരാൾ. സ്വർഗരാജാവായ ഇന്ദ്രന്റെ ഉറ്റമിത്രവും ബൃഹസ്പതിയെ പോലെ ഉത്തുംഗനുമാകുന്നു. അദ്ദേഹം മഹാരാജാവ് യുധിഷ്ഠിരന്റെ രാജ്യസദസ്സ് സന്ദർശിക്കുക പതിവായിരുന്നു എന്ന് മാത്രമല്ല, ഭീഷ്മദേവൻ അന്ധവിശ്വാസം മരിച്ച സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ അദ്ദേഹം ശിവന്റെ മഹാത്മ്യങ്ങൾ മഹാരാജാവ് യുധിഷ്ഠിരന്റെ മുന്നിൽ വിശദീകരിച്ചിരുന്നു. അദ്ദേഹം വിദഹവ്യന്റെ പുത്രനും ഇന്ദ്രനോട് രൂപസാദൃശ്യമുള്ളവനുമായിരുന്നു. ഇന്ദ്രന്റെ ശത്രുക്കൾ പലപ്പോഴും അദ്ദേഹത്തെ ഇന്ദ്രനായി തെറ്റിദ്ധരിച്ച് തടവിലാക്കിയിരുന്നു. ഋഗ്വേദത്തിൽ അഗാധ പണ്ഡിതനാകയാൽ ബ്രാഹ്മണ കുലത്താൽ അദ്ദേഹം അതിരേകമായി ആദരിക്കപ്പെട്ടിരുന്നു. ബ്രഹ്മചര്യ ജീവിതം നയിച്ചിരുന്നതിനാൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മഹാപ്രബലനായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ 3 പേര്. ഇന്ദ്രപ്രമദ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. വേറെ ഒരു വർഷനായിട്ടുള്ള ഋഷിയായിരുന്നു. ത്രിത എന്ന് പറയുന്ന വേറെ ഒരു ഋഷി ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവിടെ ശിലപ്രഭാജി പറയുന്നു വരുണലോകത്തിലെ സപ്തഋഷിമാരിൽ ഒരാളാണ് ത്രിത ഋഷി. അത് മാത്രമല്ല ഇവിടെ പറയുന്നു അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്, അതായത് ആ ഭാഗത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇവിടെ പറയുന്നു യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം, ഒന്ന് മനസ്സിലാക്കണം, ഇവൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. അന്ന് പല രാജ്യങ്ങളും കണ്ടുപിടിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഉള്ള ആളുകളൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മാത്രമല്ല, അല്ലെങ്കിൽ ഭാരതം മാത്രമായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വായിക്കൂ. അസീത കക്കിക്ഷ്വൻ അത്രി വായിക്കൂ. ഹരേ കൃഷ്ണ. അസിതൻ ഇതേ നാമത്തിലുള്ള രാജാവുണ്ടെങ്കിലും ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് കാലഘട്ടത്തിലെ അതിശക്തനായ ഋഷിയായ അസിത ദേവ ഋഷിയെയാകുന്നു. അദ്ദേഹം മഹാഭാരതത്തിലെ 15 ലക്ഷം ശ്ലോകങ്ങൾ തന്റെ പിതാവിനെ വിശദീകരിച്ച് നൽകി. ജനമേജയ മഹാരാജാവിന്റെ സർപ്പയജ്ഞത്തിലെ ഒരംഗമായിരുന്നു അദ്ദേഹം. മറ്റ് ശ്രേഷ്ഠ ഋഷിമാരോടൊപ്പം അദ്ദേഹവും മഹാരാജാവ് യുധിഷ്ഠിരന്റെ കിരീടധാരണ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു. യുധിഷ്ഠിര മഹാരാജാവ് അഞ്ജന പർവ്വതങ്ങളിൽ വസിക്കുന്ന വേളയിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു. ശിവഭഗവാന്റെ ഭക്തനും കൂടിയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ വായിക്കണോ പ്രഭു? വായിക്കൂ. കക്ഷിവാൻ ഗൗതമ മുനിയുടെ പുത്രന്മാരിൽ ഒരാളും ഉത്കൃഷ്ട മുനിയായ ചന്ദകൗസികന്റെ പിതാവുമാണ് അദ്ദേഹം. യുധിഷ്ഠിര മഹാരാജാവിന്റെ സദസ്സിലെ ഒരംഗമായിരുന്നു അദ്ദേഹം. അത്രി ഉത്കൃഷ്ട ബ്രാഹ്മണ മുനിയാണ് അത്രി മുനി. അദ്ദേഹം ബ്രഹ്മാവിന്റെ മാനസപുത്രനുമായിരുന്നു. മനനത്തിലൂടെ മാത്രം പുത്രനെ സൃഷ്ടിക്കാൻ തക്കവിധം മഹാശക്തിയുള്ള ഒരാളാണ് ബ്രഹ്മാവ്. ഇത്തരത്തിൽ മനനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പുത്രനെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മാവിന്റെ 7 മാനസപുത്രന്മാരിലും 7 ഉത്തമ ബ്രാഹ്മണ മുനിമാരിലും ഒരാളാണ് അത്രി. അദ്ദേഹത്തിന്റെ കുലത്തിലാണ് ശ്രേഷ്ഠരായ പ്രജേതർ ജാതരായത്. രാജാവായി തീർന്ന 2 ക്ഷത്രിയ പുത്രന്മാർ അത്രി മുനിക്ക് ഉണ്ടായിരുന്നു. അർത്ഥമൻ രാജാവ് അവരിൽ ഒരുവനാണ്. 21 പ്രജാപതിമാരിൽ ഒരാളായി അദ്ദേഹത്തെ ഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായ അനസൂയ മഹാരാജാവ് പരീക്ഷിത്തിന്റെ മഹായജ്ഞത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. കൗശികൻ മഹാരാജാവ് യുധിഷ്ഠിരന്റെ രാജസദസ്സിലെ സ്ഥിരാംഗങ്ങളായ ഋഷിഗണത്തിൽ ഒരാളായിരുന്നു കൗശികൻ. ചിലപ്പോഴൊക്കെ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചിരുന്നു. ഇതേ പേരിലുള്ള നിരവധി മുനിമാരുണ്ടായിരുന്നു. സുദർശന ചക്രം പരമദിവ്യോത്തമ പുരുഷന്റെ വിഷ്ണു അഥവാ കൃഷ്ണൻ സ്വകാര്യ ആയുധമായ ഈ ചക്രം അതിശക്തമായ ബ്രഹ്മാസ്ത്രങ്ങളെക്കാളും അതുപോലുള്ള മഹാശക്തിമത്തായ മറ്റ് ആയുധങ്ങളെക്കാളും അത്യന്തം ശക്തമായ ആയുധമാകുന്നു.
ചില വേദസാഹിത്യങ്ങളിൽ ഈ സുദർശന ചക്രം അഗ്നിദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന് സമ്മാനിച്ചുവെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ സുദർശന ചക്രത്തിന്റെ നിത്യവാഹകനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മഹാരാജാവ് രുക്മ എപ്രകാരമാണ് രുക്മിണീ ദേവിയെ ഭഗവാന് സമ്മാനിച്ചത്, അതേ വിധത്തിലാണ് അഗ്നിദേവൻ ശ്രീകൃഷ്ണ ഭഗവാന് സുദർശന ചക്രം സമ്മാനിച്ചത്. തന്റെ ഭക്തരിൽ നിന്നും ഭഗവാൻ അത്തരം ഉപഹാരങ്ങൾ അവ അനശ്വരമായി തന്റേതാണെങ്കിൽ പോലും സ്വീകരിക്കുന്നു. മഹാഭാരതത്തിലെ ആദിപർവത്തിൽ ഈ ആയുധത്തെ സംബന്ധിച്ച വിശദ വിവരണമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈരിയായ ശിശുപാലനെ സംഹരിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശന ചക്രത്തെ വിനിയോഗിച്ചു. ഈ ചക്രത്താൽ ഭഗവാൻ സാൽവനെയും വധിച്ചു. ചിലപ്പോഴൊക്കെ ഭഗവാന്റെ മിത്രമായ അർജുനന്റെ ശത്രുക്കളെ വധിക്കാൻ അർജുനൻ ഈ ആയുധത്തെ വിനിയോഗിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. മഹാഭാരതം വിരാട പർവം 56:3. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ അസീത ഋഷിയെക്കുറിച്ച് പറഞ്ഞു. അസീത ഋഷിയെക്കുറിച്ച് എവിടെയെങ്കിലും വേറെ കേട്ടിട്ടുണ്ടോ? യെസ്. ഭഗവത്ഗീതയിൽ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പെട്ടെന്ന് പറയണം. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ പറയണില്ലേ പ്രഭു, ഭഗവാൻ പരബ്രഹ്മാണെന്നുള്ളത് കുറെ മുനിമാരുടെ പേര് പറയുമ്പോ അതില് അസിതൻ എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് 10:12 എത്രയാണ് നമ്മൾ ശ്ലോകം? ഓക്കെ, അവിടെ കറക്റ്റാണ്. 10ാമത്തെ ചാപ്റ്ററിൽ ആരാണ് പറയുന്നത്? അർജുനൻ പറയുന്നുണ്ട്. ഈ ചതുർശ്ലോകി ഭഗവത്ഗീത പറഞ്ഞതിന് ശേഷം, അഹം സർവസ്യ പ്രഭവ അതെല്ലാം പറഞ്ഞതിന് ശേഷം അർജുനൻ പറയുന്നുണ്ട്, എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും അഹുസ്ത്വ ഋഷയ സർവേ ദേവശ്രീ നാരദസ്തദ അസിതോ ദേവലോ വ്യാസോ സ്വയം. അവിടെ പറയുന്നുണ്ട് അസീത. അപ്പോൾ അർജുനൻ പറയുന്നത്, ഞാൻ നേരിട്ട് കണ്ടു, എനിക്ക് മനസ്സിലായി അങ്ങ് പരമദിവ്യതമ പുരുഷനാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ മാത്രമല്ല, അസീതൻ പറഞ്ഞിട്ടുണ്ട്, ദേവല ഋഷി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നാരദമുനി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അത്രി മുനിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളാണ്. അതേപോലെ തന്നെ പിന്നെ അത്രി മുനിയിൽ നിന്നുണ്ടാവുന്ന മഹാരാജ് അർത്തമ എന്ന് പറയുന്ന പ്രജാപതിമാരിൽ ഒരാളായിരുന്നു. പിന്നെ ഇവിടെ സുദർശന ചക്രത്തെക്കുറിച്ച് പറയുന്നു. സുദർശന ചക്രം ഭഗവാന്റെ വെപ്പനാണ്, അല്ലേ, ആയുധമാണ്. സുദർശന ചക്രം ഇവിടെ ചില സ്ഥലങ്ങളിൽ, ചില ശാസ്ത്രങ്ങളിൽ പറയുന്നു അഗ്നിദേവൻ പ്രസൻറ്റ് ചെയ്തതാണ് എന്നുള്ളത്. ആർക്ക്? ഭഗവാൻ. പക്ഷേ നിത്യവും ശാശ്വതമായിട്ട് ഭഗവാന്റെ കൂടെയുള്ളതാണ് സുദർശന ചക്രം. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഉദാഹരണം ശിലപ്രഭുജി പറയുന്നത് എന്താണ്? അഗ്നിദേവൻ അത് പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു കൃഷ്ണന് എന്നുള്ളത് പറയുന്നത് എങ്ങനെയാണ്? രുക്മിണിയെ ഭഗവാൻ രുക്മ കൊടുത്ത പോലെ, രുക്മിണിയെ കൊടുത്ത പോലെ, അല്ലെങ്കിൽ രുക്മിണി ദേവി ഓൾറെഡി ഭഗവാൻ കൃഷ്ണൻ്റെയാണ്, അല്ലേ? രുക്മിണി ദേവി രാധാറാണിയുടെ എക്സ്പാൻഷനാണ്. അല്ലെങ്കിൽ ഈവൻ നാരായണനാണ് കൃഷ്ണൻ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ എക്സ്പാൻഷനാണ്. അപ്പോൾ അത് ഓൾറെഡി ഭഗവാന്റേതാണ്. പക്ഷേ ലീലയുടെ ഭാഗമായിട്ട് അങ്ങനെ പല അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ അഗ്നിദേവൻ കൊടുത്തു എന്ന് പറയുന്നതും ഭഗവാന്റേതാണ് ഓൾറെഡി. കാര്യം ഇത് എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ സുദർശന ചക്രമുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് കുറേ ശ്ലോകങ്ങൾ വായിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സമയം കൂടുതലെടുത്തു. ഈ ഒരു ഭാവാർത്ഥം വലുതായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഭഗവാന്റെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്.